മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണസുഖദുഃഖദാ ആഗമാപായിനോ നിത്യാസ്താം സ്ഥിതിഷ്ഠസ്വ ഭാരത. ഞാൻ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നതും ആഹ്ലാദവും ദുഃഖവും അറിയുന്നതും രതിവിരക്തികൾ ഏറ്റുവാങ്ങുന്നതും ഇന്ദ്രിയങ്ങളിലൂടെയാണ് എന്ന ഡയലക്റ്റിക്സിന്റെ നിലപാടിനെ കുറിച്ച് ഇവിടെ പരാമർശിക്കുകയാണ്. ഇന്ദ്രിയങ്ങൾ വഴി അന്തര്യാമിയായ ജീവൻ വിഷയങ്ങളെ ഗ്രഹിക്കുന്നു. ഒരേ വിഷയം തന്നെ രണ്ടു പേർക്ക് വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്തമായ അനുഭവമാണ് നൽകുന്നത്. ഒരേ ആൾക്കു തന്നെ ചിലപ്പോൾ വ്യത്യസ്തമായ സമയങ്ങളിൽ വ്യത്യസ്ത അനുഭവമാണ് നൽകുന്നത്. അതായത് വിഷയങ്ങൾ അവയുമായുള്ള ഇന്ദ്രിയ സമ്പർക്കം ഇത് രണ്ടും അസ്ഥിരമാണ്. അതുകൊണ്ട് രണ്ടും അസ്ഥിരമാണെങ്കിൽ വിഷയത്തിന്റെ അനുഭൂതിയും അസ്ഥിരമായിരിക്കണമല്ലോ, അനിത്യമായിരിക്കണം. അപ്പോൾ വിഷയാനുഭൂതി അസ്ഥിരമാണ്, അനിത്യമാണ്. അവ വന്നും പോയും കൊണ്ടിരിക്കും. അതിനാൽ അവയെ തിതിക്ഷയോടുകൂടി നമ്മൾ ക്ഷമാപൂർവം തിതിക്ഷയോടുകൂടി അവയെ നമ്മൾ സഹിക്കേണ്ടിയിരിക്കുന്നു. സുഖം വരുമ്പോൾ വല്ലാതെ ഞാൻ സുഖിയനാണ് എന്ന് അഹങ്കരിക്കാതെയും, ദുഃഖം വരുമ്പോൾ വല്ലാതെ നിരാശപ്പെടാതെയും ആവലാതിപ്പെടാതെയും രതിവിരക്തികളിൽ അമിതമായി മനസ്സു വെക്കാതെയും ഒരു ബുദ്ധിമാൻ ഈ അനുഭവ പ്രപഞ്ചത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള ഒരു പാഠമാണ് വാസ്തവത്തിൽ ഇതിപ്പോ ആരെയും അടിച്ചേൽപ്പിക്കാനുള്ള പാഠമല്ല. അവനവന് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു പാഠമാണത്. അർജുനൻ ഇവിടെ ഭാരതനാണ്, ഇവിടെ ഭാരത എന്നാണ് സംബോധന ചെയ്തത്. പ്രഭാസമാനമായ ബ്രഹ്മവിദ്യയിൽ രതിയോടുകൂടിയവനാണ് ഭാരതൻ. അതിനാൽ വന്നും പോയും ഇരിക്കുന്ന അനിത്യങ്ങളായ ഇന്ദ്രിയ വിഷയാനുഭൂതികളെ തിതിക്ഷയോടെ സഹിക്കുവാൻ ഭാരതനായ അർജുനന് ബുദ്ധിമുട്ടുണ്ടാകയില്ല എന്നുള്ളത് കൂടിയാണ് ആ സംബോധനയുടെ ഒരു സൂചന. ഈ രാജ്യം, ഈ രാഷ്ട്രം അതിന് വളരെ പേര് കേട്ട ഒരു രാഷ്ട്രമാണ്. ഇവിടെയുള്ള എല്ലാ മനുഷ്യരുടെ ജനിതകങ്ങളിലും ആ തിതിക്ഷ, ആ ഒരു കഴിവ്, ആ ജനറ്റിക്കലായിട്ട് ഈ എൻ്റെ ഹിമാലയം മുതൽ കന്യാകുമാരി വരെയുള്ള ജനതയുടെ ഉള്ളിൽ അതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഭാരത എന്നുള്ള വാക്ക് വിളിച്ചത്. ഭാരതീയൻ എന്നുള്ള ആ വാക്ക് തന്നെയാണ് അവിടെ വിളിച്ചത്. അത് ഭരതന്റെ റേസിൽപ്പെട്ടവൻ, ഭരതന്റെ കുലത്തിൽപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ ഭാരതീയൻ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, അത് ഈ ഭാരതത്തിലെ സകല പൗരന്മാരെയും കൂടെ ഉദ്ദേശിച്ചാണ് ആ ഭാരതൻ എന്ന വിളി. യം ഹി ന വ്യഥയന്ത്യേതേ പുരുഷം പുരുഷശഭ സമദുഃഖ സുഖം ധീരം സോ അമൃതത്വായ കൽപ്പതേ. ഇന്ദ്രിയ വിഷയങ്ങളായ അനുഭവങ്ങൾ ഏതൊരു പുരുഷശ്രേഷ്ഠനെയാണോ ദുഃഖിപ്പിക്കാത്തത്, ഏതൊരു ധീരനാണോ സുഖദുഃഖങ്ങളെ സമമായി കരുതി ജീവിതായോധനം നടത്തുന്നത്, ആ പുരുഷന് അമൃതത്വം ലഭിച്ചു കഴിഞ്ഞു. ഇവിടെ അമൃതത്വം ശരീരത്തിനല്ല പറയുന്നത്. ശരീരത്തിന്റെ മരണം ആത്മാവിന്റെ ദേഹാന്തരപ്രാപ്തിക്ക് വേണ്ടിയുള്ള ഒരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണ് എന്നറിയുകയും, ഞാൻ എന്ന് വിളിക്കുന്നത് നിത്യമായ ദേഹിയാണ്, അനിത്യമായ ദേഹമല്ല എന്ന ബോധം ഉദിക്കുകയാൽ ദേഹജന്യമായ അനുഭൂതി വിഷയങ്ങളിൽ സുഖദുഃഖ സമത്വം നേടുകയും ചെയ്യുന്ന പുരുഷോത്തമൻ, ആ പുരുഷോത്തമൻ ദേഹിയാണ്, ഒരിക്കലും ദേഹമല്ല. ദേഹത്തിനത് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഒരു ദേഹിയാണ് അത് മനസ്സിലാക്കുന്നത്. പുറത്തെ ഇരിക്കുന്ന ഈ ശരീരത്തിന്റെ കലകളോ അംഗങ്ങളോ അല്ല അത് മനസ്സിലാക്കുന്നത്. ആ ദേഹി അമൃതത്വം പ്രാപിച്ചു കഴിഞ്ഞ ധീരാത്മാവാണ്. ഓൾറെഡി അത് ധീരാത്മാവാണ്. അതിന്റെ മുമ്പിൽ, കണ്ണിന്റെ മുമ്പിൽ ഒരു മറ വന്നിട്ടുണ്ട് എന്നേ ഉള്ളൂ. അത് എല്ലാവരുടെ ഉള്ളിലും ഇരിക്കുന്നത് ആ ധീരാത്മാവ് തന്നെയാണ്. നിത്യാനിത്യ വസ്തു വിവേകത്തിലേക്ക് ഭഗവാൻ ഗുരു നമ്മെ പതുക്കെ ആനയിച്ചു കൊണ്ടിരിക്കുന്നതാണ് അവിടെ നമ്മൾ കാണുന്നത്. പതുക്കെ കൊണ്ടുവരികയാണ് അതിലേക്ക്. ഏതാണ് നിത്യം ഏതാണ് അനിത്യം എന്ന ആദ്യം നിത്യാനിത്യ വസ്തു വിവേകത്തിലേക്കാണ് നമ്മളെ കൊണ്ടുവരുന്നത്. നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദാ ഉഭയോരപി ദൃഷ്ടോന്തസ്ത്വനയോസ്ത്വദർശിഭി. സത്തിന്, ഉണ്മയ്ക്ക് അഭാവം അല്ലെങ്കിൽ ഇല്ലായ്മ എന്നൊന്നും കേട്ടിട്ടില്ല. ഉള്ളൊരു സാധനം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഉള്ള സാധനം ഉണ്ട് തന്നെ പറയാൻ പറ്റുള്ളൂ. ഉണ്മയ്ക്ക് ഇല്ലായ്മയില്ല. അസത്തിന്, അതായത് ഇല്ലാത്തൊരു വസ്തുവിന് ഉണ്മ എന്നുള്ളൊരു ഭാവവും കേട്ടിട്ടില്ല. ഇല്ലാത്തൊരു സാധനം ഇല്ല എന്ന് തന്നെയുള്ളൂ, ഉണ്ടാവുന്നില്ല. അത് പിന്നെ സത്തിന്റെയും അസത്തിന്റെയും, അതായത് ഉണ്മയുടെയും ഇല്ലായ്മയുടെയും
പരമാർത്ഥ അവസ്ഥ തത്വദർശികൾ അറിഞ്ഞിട്ടുണ്ട്. ത്രികാലങ്ങളിലും ഉണ്മയായിരിക്കുന്നതിനെ മാത്രമേ സത്യം എന്ന് പറയുകയുള്ളൂ. ഭൂതഭാവം വർത്തമാനം എന്ന് മൂന്നായിട്ട് തിരിക്കാതെ തന്നെ എല്ലാം കാലാതീതമായ അങ്ങനത്തെ ഒരു അവസ്ഥയിലെ ത്രികാലങ്ങൾക്കും അതീതമായ ആ ത്രികാലങ്ങളിലും ഉണ്മയായിരിക്കുന്നതിനെ മാത്രമേ സത്ത എന്ന് പറയുള്ളൂ. ഏതെങ്കിലും ഒരു കാലത്ത് വർത്തമാനകാലത്ത് ഉണ്ടായി, ഭൂതകാലത്ത് ഇല്ല, ഭാവിയിലും ഇല്ല, അങ്ങനെയുള്ള ഒരു വസ്തുവിനെ സത്ത എന്ന് പറയില്ല. ചില കാലങ്ങളിൽ ഉണ്മയായി തോന്നുന്നതും മറ്റു ചില കാലങ്ങളിൽ ഇല്ലായ്മയായി തോന്നുന്നതുമാവുന്ന എല്ലാ പ്രതിഭാസങ്ങളും അസത്തായിട്ട് വേണം ഗണിക്കാൻ. ഈ നിർവചന പ്രകാരവും ദേഹം അസത്താണ്, ദേഹി മാത്രമാണ് സത്ത്. കാരണം ദേഹിക്ക് അഭാവമില്ല, അത് എനർജിയാണ്, ആത്മാവ് ഊർജമാണ്, അതിന് അഭാവമില്ല, അത് എന്നുണ്ട്. ദേഹത്തിന് ഉണ്മയും ഇല്ല, അതെന്നും അഭാവമാണ്. ഇന്ന് കുറച്ചു കാലം ഉണ്ടായി അത് കുമിള പോലെ പൊട്ടുന്ന സാധനത്തിന് അതിന്റെ അസ്തിത്വം വാസ്തവത്തില് ആ ജലത്തിൽ തന്നെയാണ്. ജലത്തിൽ നിന്നാണ് കുമിള ഉണ്ടാവുന്നതെങ്കിൽ ആ ജലം തന്നെയാണ് ആ കുമിളയുടെ ഉറവിടം, ജലമാണ് അതിന്റെ സത്ത. ആ കുമിള അസത്താണ്. അതുപോലെയാണ് ദേഹം. ഈ നിത്യാനിത്യ വസ്തു വിവേകം തത്വദർശികളായ ധീരപുരുഷന്മാർക്ക് ലഭിച്ചിട്ടുണ്ട്. നത്തിങ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് നത്തിങ്. ഇല്ലായ്മയിൽ നിന്ന് യാതൊന്നും സൃഷ്ടിക്കപ്പെടുന്നില്ല എന്ന് ശൂന്യതയിൽ നിന്നുള്ള സൃഷ്ടിയെ തള്ളിപ്പറഞ്ഞിട്ടുള്ളത് ഈ സാഖ്യ സിദ്ധാന്തം മാത്രമല്ല. പിന്നെ ആരാണ്? ആധുനിക തത്വചിന്തയുടെ കാലത്തേക്ക് വന്ന ഹെഗലിനെ തുടർന്ന് വന്ന മാർക്സ്, ഇവരൊക്കെ ഈ ഒരു നത്തിങ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് നത്തിങ് എന്നുള്ള ഈ സെന്റൻസ് വളരെയധികം എടുത്തുപയോഗിച്ചിട്ടാണ് അവരുടെ തത്വചിന്ത മുഴുവൻ, അതിന്റെ മുകളിലാണ് അവരും കെട്ടിപ്പടുത്തിരിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ സംഗതി വളരെ പുരാതനമായ ഈ സംഗതിന്റെ മുകളിൽ തന്നെയാണ് മോഡേൺ കാര്യങ്ങളും മോഡേൺ തത്വചിന്തയും കെട്ടിപ്പടുത്തിരിക്കുന്നത്. അവിടെ അഭാവം എന്ന് പറയുന്നത് ശൂന്യവാദമാണ്. വസ്തു അവിടെ ഇല്ല എന്ന ഇല്ലായ്മയാണ് അഭാവം. അത് ദ്രവ്യത്തിനല്ലാതെ സർവവ്യാപിയായ ഊർജത്തിന് അത് ബാധകമല്ല. ഊർജം എപ്പോഴും എല്ലായിടത്തും ഉണ്ട്, ത്രികാലങ്ങളിലും ഉണ്ട്. ഊർജം ചൈതന്യമാണ്. നമ്മുടെ ആത്മചൈതന്യം എന്ന് പറയുന്നത് ആ സത്തയാണ്. ജഡദ്രവ്യം എന്ന് പറയുന്നത്, ഈ ദേഹം എന്ന് പറയുന്നത് അസത്ത മാത്രമാണ്. കോടാനുകോടി സൗരയൂഥങ്ങൾ സൃഷ്ടിക്കപ്പെടും മുമ്പ് അവയൊന്നുമില്ലാത്ത ഒരവസ്ഥയെ സങ്കല്പിച്ചു നോക്കുന്നതാണ് നാസതീയ സൂക്തം. ഊർജസാഗരത്തിന്റെ ഒരു ചൈതന്യധാര മാത്രം. ആ ചൈതന്യസാഗരത്തെ നമുക്ക് ശൂന്യത എന്ന് വിളിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം അത് ശൂന്യതയല്ല, അത് മാത്രമാണ് സത്ത എന്നുള്ളത്, അത് മാത്രമാണ് സത്യം, അത് മാത്രമാണ് ഉണ്മ. അങ്ങനെയുള്ള പൂർണ്ണതയാണത്. എന്തുകൊണ്ടാണ് പിന്നെ അതിനെ ശൂന്യം എന്ന് വിളിക്കുന്നത്? ദിക്ദേശകാല ഗതി ഫല ശൂന്യം എന്നതുകൊണ്ട് ശൂന്യം എന്ന് പറയാണ്. ദിക്കും ദേശവും കാലവും ഗതിയും ഉണ്ടാവുന്നതിനും മുൻപുള്ള ചൈതന്യ സിന്ധു അല്ലെങ്കിൽ ചൈതന്യ സാഗരത്തിന്റെ ഊർജത്തെയാണ് ബ്രഹ്മദ്രവ്യം എന്ന് വിളിക്കുന്നത്. അതെപ്പോഴും എന്നും ഉണ്ട്. അതിന്റെ ഉപരിതലത്തിൽ വന്ന് അല്പകാലം നിന്ന് പൊട്ടിത്തകർന്നില്ലാതാവുന്ന കുമിളകൾ മാത്രമാണ് ഇക്കാണുന്ന ബ്രഹ്മാണ്ടങ്ങളും ഇക്കാണുന്ന ജീവരാശികളും ഇക്കാണുന്ന മനുഷ്യ ശരീരവും എല്ലാം. അതൊക്കെ വെറും കുമിളകൾ മാത്രമാണ്. യഥാർത്ഥം ഏതാണ്? ആ അനന്തമായി കിടക്കുന്ന ആ ഊർജരാശി മണ്ഡലം, സദാപൂർണമായിരിക്കുന്ന ഒന്ന്. അതിനാൽ സത്ത് എന്ന് പറയുന്നത് ആ നിത്യദ്രവ്യമാണ്. അസത്ത് എന്ന് പറയുന്നത് ഈ കാണുന്ന എല്ലാ കാണുന്നതും കേൾക്കുന്നതുമായി നമ്മൾ അനുഭവിക്കുന്ന സർവപ്രപഞ്ചവും സർവദ്രവ്യവും അസത്തിൽപ്പെടും. അസത്ത് എന്നുള്ളതാണ് വാസ്തവത്തിൽ ഇല്ലായ്മ. സത്ത് എപ്പോഴും ഉള്ളതാണ്, ഉണ്മയാണ്. സത്ത് എപ്പോഴും ഉള്ളതാണ്, ഉണ്മയാണ്, അത് എന്നും ഉണ്ട്. അതിന്റെ മുകളിൽ നിന്ന് പിന്നെയും പലതും പൊട്ടിപ്പുറപ്പെട്ട് വരുന്നേ ഉള്ളൂ. ഈ അസത്തുക്കളാണ് ഇടയ്ക്കുണ്ടാവും ഇടയ്ക്കില്ലാണ്ടാവും, ഇടയ്ക്കുണ്ടാവും ഇടയ്ക്കില്ലാണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ക്ഷണികത്വത്തിൽ കിടന്ന് കളിക്കുന്നത്. ഈ സത്വം ദർശിച്ചാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ ജ്ഞാനം ലഭിക്കുകയുള്ളൂ. അപ്പോഴേ നമ്മളൊരു യഥാർത്ഥ ജ്ഞാനി എന്നുള്ള ആ വാക്കിന് നമ്മൾ അർഹരാവുകയുള്ളൂ എന്നുള്ളതാണ് ആദ്യത്തെ സന്ദേശം.